അസ്സലാമലൈക്കും, വെൽക്കം ടു ടിൻസ് മലബാർ കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. നമ്മൾ ഇതിനിപ്പം ആലുവയിലാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പള്ളിക്ക് പോണീൻ്റെ മുന്നേ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തതായിരുന്നു. 7:30 ഈദ് ഹാവ്. നമ്മളടുത്തുള്ള പള്ളിയാണ്. കറക്റ്റ് ടൈമിലാണ് കേട്ടോ ഞങ്ങൾ എത്തിക്കുന്നത്. ഞങ്ങളവിടെ എത്തലും നിസ്കാരം തുടങ്ങലൊക്കെ ഒരുമിച്ചായിരുന്നു. 7:30 നിസ്കാരം. പിന്നെ ഇത് നമ്മളെ ഫിലിം ഡയറക്ടർ അൽത്താഫിൻ്റെ വാപ്പയാണ് കേട്ടോ. അത് ഇവരെ കസിനായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ നിസ്കാരം കുറേ വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് നടക്കുകയാണ് ചെയ്തത്. കാരണം ഇവരെ കുറേ കസിൻസിൻ്റെ വീടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി തിരിച്ച് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ കോഴിയുടെ ഫാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് എല്ലാ വീടുകളും ഏകദേശം അടുത്തടുത്തായിരുന്നു. പിന്നെ അടുത്ത വീട്ടിലോട്ട് പോയി. കൊച്ചപ്പൻ്റെ വീടാണിത്. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വേപ്പിൻ്റെ ഇതും ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. മിനുവിനെ വിളിച്ചിട്ട് അവർ തിരിച്ച് വന്നതേ ഉണ്ടായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഈ ചുരിദാർ ഞാൻ അടിച്ചതാണ് കേട്ടോ, ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് ഞങ്ങളവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ തത്തിയും ഉമ്മയും കൂടി ഇഞ്ചിക്കറി ഉണ്ടാക്കി. ഇഞ്ചിക്കറി പൊതുവേ ഉണ്ടാക്കുക വെറും ചോറിനാണ്, പക്ഷേ ബിരിയാണിക്കും കഴിക്കും. നല്ല രസമാണിത്. ഇത് നമ്മളെ പുളിഞ്ചിയിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. കുറച്ച് നല്ല പണിയുണ്ട് കേട്ടോ അത് ഉണ്ടാക്കാൻ. എനിക്കറിയില്ല ഉണ്ടാക്കാനും. പിന്നെ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത്താത്ത കുറച്ച് പരിപ്പാടിയൊക്കെ ഉണ്ടാക്കി ഗസ്റ്റ് വന്ന് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഞാനും ഇത് ജ്യേഷ്ഠൻ്റെ മോളാണ്. മിനും മൂന്നാളും കൂടി ഇവിടെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ടൈലർ എടുത്ത് പോയിരുന്നു. നമ്മളെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ കൊടുക്കാറുണ്ട്. കൊച്ചുങ്ങൾക്കൊരു 2 സാരി മേടിച്ചിട്ടുണ്ട്. അതിന് പട്ടുപാട് എടുക്കുന്നത് അതാണ്. ഒന്ന് ബ്ലൂവും വൈറ്റും ആണ്. ചേച്ചിയാണ് പട്ടുപാടൊക്കെ തയ്ക്കൽ കേട്ടോ. അപ്പോൾ 2 ഉണ്ടായിരുന്നു. ഒന്നൊരു ഗ്രീനും പിന്നെ ഒന്നതും. അപ്പോൾ ചേച്ചി 1-2 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ തരും. ഞാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ കൊടുക്കാറ്, അങ്ങനെ തരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു. പിന്നെ ഒരു 1:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ചു. ഇനിയും കുട്ടികളൊക്കെ നേരത്തെ കഴിച്ചു. നമ്മൾ പിന്നെ അങ്ങനെ ഇത് സെക്കൻഡ് ട്രിപ്പാണ് കേട്ടോ. പിന്നെ രാത്രി കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പടക്കം പൊട്ടിക്കാൻ തന്നു. മിനുവിനെ ഇതിന് പടക്കം വേണം എന്നല്ലേ. ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസൊക്കെ കുറേ ലാഗ് വരുന്നുണ്ട്. അതെന്തുകൊണ്ട് വെച്ചാൽ എൻ്റെ മൊബൈൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊബൈൽ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു, കളഞ്ഞു പോയി ഫോണും. അപ്പോൾ അതുകൊണ്ടാണ് കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്തതൊക്കെ ആ ഫസ്റ്റ് ഫോണിലായിരുന്നു. അപ്പോൾ അതിപ്പോൾ പുതിയ ഫോൺ മേടിച്ചിട്ടൊക്കെ സെറ്റാക്കണുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് ടൈം എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കാൻ എല്ലാവരെയൊക്കെ വിളിക്കുകയായിരുന്നു. ഇത് ജ്യേഷ്ഠൻ്റെ മോന്, ഇത് ബ്രദറ്, ഇക്കാക്കൻ്റെ ബ്രദറാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുകയും. അപ്പോൾ അത് വീഡിയോ ആണ്, എല്ലാവരും ഫോട്ടോ ആണ് എടുക്കുന്നത് വെച്ചിട്ട് ഒക്കെ അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനാ പറഞ്ഞത് ഇത് വീഡിയോ ആണ്, ഫോട്ടോ അല്ല. അങ്ങനെ ലാസ്റ്റ് ഫോട്ടോ എടുത്തു. ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ.